നിന്റെ ആദിശേഷൻ ആരാണ്? എന്റെ ആദിശേഷൻ ആരാണെന്ന് അറിയണമല്ലേ? നിങ്ങൾ രണ്ടാളും കൂടി എന്നെ കൊന്നുകളയുമല്ലോ. അതിന് പകരം ചോദിക്കാൻ എന്റെ ആദിശേഷൻ വരും. അപ്പം മനസ്സിലാകും എന്റെ ആദിശേഷൻ ആരാണെന്ന്. അതെയോ? നോക്ക്, വേഗം പറഞ്ഞു. നിനക്ക് നിന്റെ പ്രിയതമനെ വേണോ, അതോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വേണോ? നിന്റെ കുഞ്ഞു മരിക്കണ്ട എന്നുണ്ടെങ്കിൽ ആ ആദിശേഷൻ ആരാണെന്ന് പറയൂ. നിനക്കിത് അവസാനത്തെ അവസരമാണ്. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കുത്തി കീറി കൊല്ലണ്ടായെങ്കിൽ പറഞ്ഞു, ആരാണ് ആദിശേഷൻ? ഏ പരമേശ്വര, പ്രണയം മരിച്ചാൽ മമത ഉണ്ടാകും, മമത മരിച്ചാൽ പ്രണയം ജീവിക്കും. എന്തൊരവസ്ഥയാണിത് മഹേശ്വര. അവൾക്ക് മമത ശരീരമാണെങ്കിൽ അനുരാഗം ആത്മാവാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ സാധ്യമാണോ? ഏ മഹേശ്വര, ഏ ഭോലേനാഥ, പ്രണയത്തെ തേടി മമതയും, മമതയെ തേടി അനുരാഗവും. ശിവാനി, 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 എവിടെ നീ? വേഗം പോകൂ, നിന്റെ രാജ്ഞിയെ രക്ഷിക്കാൻ പോകൂ, നിന്റെ പ്രണയത്തെ രക്ഷിക്കാൻ. ശിവാനി, എവിടെയാ നീ? ശിവാനി, നിന്നെ കാണാതെ, നിന്നോട് സംസാരിക്കാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല ശിവാനി. ഹേ മഹാദേവ, ഇവൻ അവളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ ഇവന് ജീവനോടെ കിട്ടുവാനുള്ള കരുണയുണ്ടാവണേ മഹാദേവ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിവനെങ്ങനെ സഹിക്കാൻ കഴിയും? പിന്നെ ഇവന്റെ കയ്യിൽ കിട്ടുന്നവരെയെല്ലാം ഇവൻ സംഹരിക്കും. ശിവാനി, നീ ഇത് എവിടേക്കാ പോയത്? ഇവിടുത്തെ എവിടേക്ക് പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ശിവാനി. അപ്പോ ആദിശേഷൻ ആരാണെന്ന് നീ പറയില്ല അല്ലേ? എന്റെ പ്രാണൻ പോയാലും പറയില്ല. നിന്റെ കുഞ്ഞിന്റെ പ്രാണനേക്കാൾ നിന്റെ പ്രിയതമന്റെ പ്രാണനാണോ നിനക്ക് മുഖ്യം? ഇതുവരെ ഈ ലോകം കാണാത്ത ഈ പാപം കുഞ്ഞിനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? നാഗങ്ങൾക്ക് ജീവിതവും മരണവും രണ്ടും ഒന്നാണ്. ജനനം ഒരു ജീവിതത്തിന്റെ തുടക്കമാണെങ്കിൽ മരണവും മറ്റൊരു ജനനത്തിന്റെ തുടക്കമാണ്. അതിനിപ്പോ എന്റെ കുഞ്ഞു മാത്രമല്ലല്ലോ മരിക്കുന്നത്, കൂടെ അമ്മയായ ഞാനും ഉണ്ടായിരിക്കുമല്ലോ. അമ്മയുണ്ടെങ്കിൽ കുഞ്ഞൊരിക്കലും പേടിക്കുകയില്ല. അത് മരണമായാലും ശരി, ജനനമായാലും ശരി. ദിഗ്വിജയ, ഇവള് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. ഇവളുടെ വയറ്റിലുള്ള നാഗമാണിക്യത്തിന് ഇവൾക്ക് അവകാശമുണ്ട്. എന്നാൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആർക്കാണ് അവകാശമുള്ളത്? നിനക്കധികാരമുണ്ട്. കാരണം ഈ കുഞ്ഞിന്റെ മുത്തശ്ശനാണ് നീ. നിന്റെ കൊച്ചുമോനെ ഒന്ന് കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ ദിഗ്വിജയ? നിന്റെ കയ്യിലുള്ള ഈ ആയുധം ഉപയോഗിച്ച് ഇവളുടെ വയറ് കീറി ആ കുഞ്ഞിനെ പുറത്തെടുത്തു നോക്കൂ. നിന്റെ കൊച്ചുമകനാണ് ദിഗ്വിജയ. നോക്ക്, ഇനി 2 നിമിഷത്തിനുള്ളിൽ മർക്കട്ട മുഹൂർത്തം തുടങ്ങും. ആ ക്ഷണത്തിൽ നീ ഇവളെ ആക്രമിക്കേണ്ടതാണ്. വേണ്ട വേണ്ട, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ ദൃഷ്ടിയിൽ ഇത് നിനക്ക് തെറ്റായി തോന്നാം, പക്ഷേ ഈ ദിഗ്വിജയൻ ഇത് ശരിയാണ്. എന്റെ മാത്രം ശരി. ഇവളെ ശരിയായ സ്ഥലത്ത് വെച്ച് ശരിയായ സമയത്ത് തന്നെ വധിക്കേണ്ടതാണ്. നടക്ക്.
ഇത് ഗരുഡചൂർണം. ഇപ്പോൾ ഈ ആയുധം ഉപയോഗിച്ച് ഇവളുടെ വയറ് പിളർന്നാൽ സഹസ്ര ഗരുഡന്മാരും ഒരുമിച്ച് ഇവളുടെ മേൽ ആക്രമണം നടത്തുന്നത് പോലെയാകും. ഞാൻ ആഹൂതി എന്ന് പറഞ്ഞാൽ ഉടനെ ഈ ആയുധം ഉപയോഗിച്ച് അവളുടെ വയറ് പിളർക്കണം. ഞാൻ നിനക്കൊരു മന്ത്രം ചൊല്ലിത്തരാം. അപകടഘട്ടങ്ങളിൽ നിനക്കത് ഉപകാരപ്പെടും. ഇത് വാങ്ങൂ. മഹാദേവായ ഓം നമോ അനന്തശയനാതിശേഷായ. ചെല്ലു. കാലീയം തക്ഷകം അകമ്പലായ. പ്രസന്ന പ്രസന്ന മഹേശ്വര പ്രസന്ന. പ്രസന്ന പ്രസന്ന സർപ്പേശ്വരായ പ്രസന്ന. പ്രസന്ന പ്രസന്ന നാഗമാണിക്യ പ്രസന്ന. ആഹൂതി. പേടിക്കേണ്ടതില്ല ദിഗ്വിജയ. ഇവളെ കൊന്നാൽ ഞാൻ ആവാഹനം നടത്തിയ പഞ്ചശക്തികളും കാത്തിരിക്കുകയാണ്. ചണ്ഡനേത്ര, പ്രചണ്ഡനേത്ര, ഘോരനേത്ര, രക്തനേത്ര, അഗ്നിനേത്ര, ആവാഹയാമി. ഓം നമോ മഹാദേവായ പ്രചണ്ഡ ഭീമ പരാക്രമായ ഘോരശത്രു വിനാശകായ സകലഭൂത പ്രേത പിശാചനാശനായ സർവവിഘ്ന നിവാരണായ സ്വാഹ. പ്രാണഭിക്ഷ തരുമ്പോ എവിടെങ്കിലും പോയി ജീവിക്കാതെ വീണ്ടും തെറ്റ് ചെയ്യുകയല്ലേ? ഇല്ല, നീ ഇനിയും ജീവിച്ചിരിക്കാൻ പാടില്ല. ശിവാനി അമ്പലത്തിലേക്ക് വരില്ലെന്ന് അച്ഛൻ എന്തിനാ എന്നോട് പറഞ്ഞ്? ഞാൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? ശിവാനിയെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിനുള്ള ഉത്തരം കിട്ടുള്ളൂ. ശിവാനി! തൃശൂൽ! തൃശൂൽ! അച്ഛ, നീ എങ്ങോട്ടേ ഒറ്റയ്ക്ക് കാട്ടില്? ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് പോവായിരുന്നു അച്ഛൻ. ശിവാനിയോടെ? അവള് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോയതാ. അവൾ എവിടെയാണെന്ന് അന്വേഷിക്കാനാ ഞാൻ ഇറങ്ങി. സൂക്ഷിക്കണം മോനെ, ഇത് കാടാണ്. വിഷമുള്ള പ്രാണികൾ, ക്രൂരമൃഗങ്ങൾ, ദുഷ്ടശക്തികൾ ഒക്കെയുള്ള ഇടവോ. ഒരു നിമിഷം മോൻ നിൽക്ക്. ആ കൈ നിന്നിട്ടേ. എന്റെ അച്ഛൻ ഇതൊക്കെ എന്തിനാ? ഇത് കൈ കെട്ടിക്കോ. ഇതിന്റെ ആവശ്യം എനിക്കെന്താ? അച്ഛൻ ഒരു കാര്യമില്ലാതെ വെറുതെ. മോനെ, നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ. എന്താ മോനെ, എന്താ നീ വല്ലാതിരിക്കുന്നേ? അച്ഛാ, അത് അമ്പലത്തിലേക്ക് പോകുന്ന വഴി എന്റെ അടുത്തുനിന്ന് ശിവാനി മിസ്സായി പോയി. അതുകൊണ്ട് അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് വിചാരിച്ച് നടന്നപ്പോ അച്ഛൻ പറഞ്ഞു അവള് വീട്ടിൽ തന്നെയുണ്ട്, നീ വീട്ടിലേക്ക് വേഗം ചെല്ലുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ ഞാൻ റീനയും കണ്ടു. അവളും പറഞ്ഞു
ശിവാനി അമ്പലത്തിലേക്കാണല്ലോ വന്നേന്ന്. അച്ഛൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം കൺഫ്യൂഷൻസാ. ചേച്ചേ, അവരങ്ങനെയുള്ള ആളൊന്നുമല്ല, വളരെ നല്ല ആളാ. അതല്ല അച്ഛാ, അദ്ദേഹം മോശക്കാരനല്ലെന്ന് എനിക്കറിയാം. എന്നാൽ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നീ എന്തായാലും സൂക്ഷിച്ചു പോകും. ശരി അച്ഛാ. തൃശൂൽ മോനെ സൂക്ഷിക്കണം. ഓക്കെ അച്ഛാ. നാഗറാണി കിടന്ന് ഞെളിവിരി കൊള്ളുന്നത് കണ്ടോ ദിഗ്വിജയ? ഈ ആയുധത്തിൽ പുരട്ടിയ ഗരുഡ ചൂർണത്തിന്റെ പ്രഭാവം അത്രയ്ക്കുണ്ട്. നോക്ക്, ഇവളുടെ മരണം എത്ര ഇഞ്ചിഞ്ചായിട്ടായിരിക്കും സംഭവിക്കുകയെന്ന്. നാഗങ്ങൾക്ക് തന്നെ മരണഭയം കൊടുക്കുന്ന എനിക്ക് പ്രാണഭിക്ഷ തന്നിരിക്കുന്നു നീ. എന്റെ സ്നേഹിതരെ കൊന്നില്ല നീ. എന്റെ മകനെ വശീകരിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ കയറി കൂടിയിട്ട് എന്നോട് തന്നെ പ്രതികാരം ചെയ്യാൻ നോക്കിയല്ലേ? നമ്മളെ കൊല്ലാനായിട്ട് വന്നവള് മരണം കാത്തു കിടക്കുന്നത് കണ്ടില്ലേ ബാബ? ചത്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതി ഇവളെ നമ്മൾ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ശരിയല്ല ദിഗ്വിജയ. മർക്കട്ട മുഹൂർത്തം തീരുന്നതിന് മുൻപേ ഇവളുടെ വയറ് കീറേണ്ടതാണ്. ആദ്യം കുഞ്ഞിനെ ബലിയാക്കിയിട്ട് നാഗമാണിക്യം പുറത്തെടുക്ക്. ഇല്ല, വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. വേണ്ട, വേണ്ട. നിനക്ക് നാഗമാണിക്യവും കിട്ടില്ല, നിന്റെ ജീവനും കിട്ടില്ല, നിന്റെ കുഞ്ഞിന്റെ ജീവനും കിട്ടില്ല. പരമേശ്വര, ജഗദീശ്വര, എല്ലാമേ നിന്റെ മായ. നീ തന്നെയല്ല, എല്ലാറ്റിലും നീ തന്നെ. എന്നിട്ടും എന്തേ ഞങ്ങളോട് ഈ കോരാന്യായം നീ കാണിക്കുന്നു? മൂന്നാമത്തെ കണ്ണു മാത്രം അങ്ങ് മൂടി വെച്ചിരിക്കുന്നു എന്ന് കരുതി. എന്നാൽ നിന്റെ 3 കണ്ണുകളും നീ മൂടി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ കുലം തന്നെ നശിക്കുന്നത് കണ്ടിട്ടും നീ മൗനം ദീക്ഷിക്കില്ല. പരമേശ്വര, നാഗമാണിക്യം ഞങ്ങൾക്ക് നൽകിയ വരമാണ്. എന്നാൽ ഇപ്പോൾ അത് ഞങ്ങൾക്ക് ശാപമായി തീർന്നില്ല സ്വാമി. ഇത് ന്യായമാണ്? പറയൂ പരമേശ്വര, പറയൂ. അങ്ങ് തന്ന വരമല്ലേ നാഗമാണിക്യം? എന്നാൽ എല്ലാ തവണയും ഓരോരോ ലോകത്തുള്ളവർ വന്ന് അത് അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ജീവിതം മുഴുവൻ പോരാട്ടത്തിന് വേണ്ടി മാത്രമാവുകയാണ്. ഈ പോരാട്ടത്തിന് ഒരു അവസാനമേ ഇല്ല. ഒരു ഉപായം പറഞ്ഞു തരൂ മഹേശ്വര, ഒരു ഉപായം പറഞ്ഞു തരൂ. വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. നിനക്ക് നല്ലതുണ്ടാവില്ല. വേണ്ട, വിട്ടേക്കെന്നെ, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്ത് ചെയ്യൂടി നീ? ആദ്യം എണീറ്റ് നിൽക്കാൻ നോക്ക്, എന്നിട്ടും മതി ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത്. തമാശ പറയാണെന്ന് കരുതിയോ? എന്റെ വയറ് പിളർക്ക് ഞാൻ. വേണ്ട, എന്റെ വയറ്റിലുള്ളത് നിങ്ങളുടെ കൊച്ചുമകനെ ഒന്നും ചെയ്യല്ലേ. സെറ്റിൽമെന്റ് നടക്കാൻ പോകുന്ന സമയത്ത് സെന്റിമെന്റ്സ് പറയല്ലേ മോളെ. ഞാൻ കൊലവെറിയോടെ നിൽക്കുക. ചാവാൻ നീ തയ്യാറായിക്കോ. ഇത്രത്തോളം എന്നെ കളിപ്പിച്ചവളാ നീ. നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. സമയം വൈകിക്കാതെ ദിഗ്വിജയ, അവളെ അങ്ങ് തീർക്ക്. അവളുടെ വയറ് പിളർക്ക്. ആഹൂതി, ആഹൂതി. ശിവാനി, ശിവാനി, ശിവാനി എഴുന്നേക്ക്. ശിവാനി, ശിവാനി, നിനക്ക് എന്താ പറ്റിയ? ശിവാനി, ഇത് ഞാനാ, നിന്റെ തൃശ്ശൂല വന്നിരിക്കുന്ന. കണ്ണു തുറക്കുന്നേ.
ദിഗ്വിജയ, ആയുധത്താൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. ഗരുഡ ചൂർണം അവളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞു. ഇനി അവൾ ജീവിക്കില്ല. അവളുടെ വയറിൽ നിന്ന് നാഗമാണിക്യം എടുത്തു കഴിഞ്ഞാൽ അതിനിനി ശക്തി ഉണ്ടാവില്ല. അവള് ജീവനോടെ ഉള്ളപ്പോൾ തന്നെ നാഗമാണിക്യം നിന്റെ കയ്യിൽ വന്ന് ചേരേണ്ടതാണ്. ചെന്ന് സംഹരിക്ക്. ശിവാനി കണ്ണു തുറക്ക്. ശിവാനി, നിനക്കിത് എന്താ പറ്റിയേ? കണ്ണു തുറക്ക് ശിവാനി. തൃശൂൽ, നീ ചെയ്യുന്നത് തെറ്റാണ്. മാറി നിൽക്കങ്ങോട്ട്. ഇവൾ ആരാണെന്നറിയോ? എന്റെ ദേവത, എന്റെ ദേവതയാണ് ഇവള്. തൃശൂൽ, നിനക്ക് പല സത്യങ്ങളും അറിയില്ല. ഇവളൊരു മനുഷ്യ സ്ത്രീയല്ല. നിങ്ങളൊരു മൃഗമാണ്, കരുണയില്ലാത്ത മൃഗം. എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയില്ലേ? നിങ്ങളൊരു മനുഷ്യനെയല്ല. എന്റെ ഭാര്യ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്ത് പറയേ? എന്ത് പാപ ചെയ്ത്? അയ്യോ, നോക്ക്, നീ കാണുന്നില്ലേ? അവൾ കിടക്കുന്ന കാണുന്നില്ലേ? നീ രക്തം പോകുന്നത് കാണുന്നില്ലേ? ഇവളെ കൊല്ലാൻ വേണ്ടി എത്ര നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശിവാനി എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അവൾ അമ്പലത്തിലേക്ക് വരില്ല, നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു നോക്കുമ്പോൾ അവളെ കൊല്ലാൻ നോക്കാണല്ലേ? ഏത് ജന്മത്തിൽ എന്ത് പാപം ചെയ്തോ എന്തോ, തന്റെ മകനായിട്ട് ജനിച്ചു പോയില്ലേ? വായി തോന്നിയത് വിളിച്ചു പറയണ്ട. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു കാരണമുണ്ടാവും. ഇവളെ ജീവിക്കാൻ അനുവദിച്ച നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും മരിക്കേണ്ടി വരും. നീ അത് മനസ്സിലാക്ക്. അവളുടെ അടുത്തൊന്ന് മാറി നിൽക്ക്. സമയം കഴിയുന്നതിന് മുമ്പ് ഇവളെ കൊല്ലണം എനിക്ക്. നിങ്ങൾ മനുഷ്യനാണോ? ഇവൾ എന്റെ ഭാര്യയാണ്, നിങ്ങളുടെ മരുമകളാണ്. എന്നിട്ടും അവളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മനസ്സ് വന്നു? വീണ്ടും വീണ്ടും നീ അത് തന്നെ പറയണ്ട. ഇവള് നിന്റെ ഭാര്യയുമല്ല, എന്റെ മരുമകളുമല്ല. ഇവളുടെ ഈ വയറ്റി വളരുന്നത് നമ്മുടെ വംശം പോലുമല്ല. എന്തൊക്കെ അച്ഛ ഈ പറയുന്നേ? എന്താ അച്ഛ, എന്തിനാ അവളോട് ഇത്രയ്ക്ക് ദേഷ്യം വെച്ചിരിക്കുന്നത്? നിങ്ങളോടൊക്കെ അവൾ എന്താ ചെയ്ത്? എന്താ ചെയ്തെന്ന് പറയും. പറഞ്ഞു തരാം, എല്ലാം ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു കഴിയുമ്പോ എന്റെ കൈകൊണ്ട് ഇവളെ കൊല്ലേണ്ടി വരില്ല, നിന്റെ കൈകൊണ്ട് നീ ഇവളെ കൊല്ലും. ഇവള് വെറും ഒരു പെണ്ണാണെന്ന് നീ കരുതിയോ? ഇവള് വെറും ഒരു പെണ്ണല്ല മോനെ. ഇവളുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുണ്ടല്ലോ, അതൊരു മനുഷ്യപ്പിറവിയല്ല. ഇവള് നാഗറാണിയാ. ഇവള് നാഗലോകത്തുള്ളവളാ. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നവൾ. ഇവള് ശിവാനി അല്ലടാ മോനെ, ഇവള് നാഗറാണിയാ. മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? ഇവളെ കൊന്നുവെന്നുള്ള പാപം നിന്റെ കയ്യിൽ പുരളണ്ട. പൊയ്ക്കോ ഇവിടുന്ന്. ഞാൻ എന്തിനു പോണം? ഞാൻ ഇവിടുന്ന് എന്തിനു പോണെന്ന് പറയും. എന്റെ ഭാര്യ ഇവിടെ നിങ്ങളുടെ കയ്യിൽ കൊല്ലാൻ തന്നിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടെന്ന് പറയും. ഇവള് നിന്റെ ഭാര്യയുമല്ല, എന്റെ മരുമകളുമല്ല. നീ എന്താ മനസ്സിലാക്കാത്തെ? ഇവളും ഈ വീണ് കിടക്കുന്ന ഇവളുണ്ടല്ലോ, മരിച്ചു കഴിയുമ്പോ മനുഷ്യരൂപത്തിലായിരിക്കോ അതോ നാഗരൂപത്തിലായിരിക്കോ നോക്ക്. ഇവളുടെ മരണത്തോടെ എല്ലാത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെ കൊല്ലാൻ വിട്ടുതരുമെന്നാണോ? വിടില്ല. ഇനി പ്രപഞ്ചം തന്നെ എതിർത്താലും ശരി, ഞാൻ ഇവളെ കൊല്ലാൻ വിട്ടു തരില്ല അച്ഛ. താമസിക്കുന്നു ദിഗ്വിജയ. എത്രയും പെട്ടെന്ന് അവളെ കൊന്നുകളയ. ഞാൻ പറയുന്നത് കേൾക്ക് അച്ഛ. വേണ്ട അച്ഛ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക് അച്ഛ. വേണ്ട വേണ്ട അച്ഛ, പറയുന്നത് കേൾക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്ന് ചെയ്യരുത്. വേണ്ട അച്ഛ, നോക്കി നിൽക്കാതൊന്ന് പറയണം അച്ഛ. ഞാൻ തന്നെ ആഹൂതി കൊടുത്തുകൊള്ളാം. വേണ്ട അച്ഛ, വേണ്ട വിടാൻ അച്ഛ.